ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അരിയാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം വഴന്ന് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സവാളയെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതൊരു തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതരിയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. തക്കാളിയും അത്യാവശ്യം കനം കുറച്ച് തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ തക്കാളിയും സവാളയും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നല്ലോണം പൊട്ടിയതിന് ശേഷം ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരുന്ന സവാളയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സവാള വേഗം വഴന്ന് കിട്ടാനായിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം തക്കാളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കേണ്ടതുകൊണ്ട്. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളിയും സവാളയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ വഴന്നിട്ടുള്ള തക്കാളിയും സവാളയിൽ അതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലോണം ഇളക്കി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോഴേക്ക് അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് എരി വേണ്ടവർക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാൻ. ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണേ. ഈ സമയം കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മൾ ചേർത്ത പൊടിയെല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ ഗ്രേവി ഒന്ന് ഇറങ്ങി ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് പറ്റി കറി ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേന് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. അപ്പോൾ ഈ കറിയുടെ ഗ്രേവി അതിൻ്റെ ആ ഒരു എരിവും മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് കയറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഈ മുട്ടയിലേക്ക് പിന്നെ സൈഡിൽ ഞാൻ 3-4 വരകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മസാലകൾ വേഗം ഉള്ളിലേക്ക് കയറാനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.